ഹലോ ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് വീട്ടിലാണുള്ളത്. അപ്പം ഞാനൊരു വൈകുന്നേരം എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ ലോക മഴയാണ് ഗായ്സ്. ഇപ്പം സമയം എത്ര വിചാരിച്ചാൽ 4:05 പക്ഷേ ഇതുവരെ ഞാൻ കുളിച്ചില്ല. സാധാരണ രാവിലെ കുളിക്കുന്ന ഞാൻ ഇന്ന് 4:05 കുളി കഴിഞ്ഞില്ല. അപ്പോൾ കുളിക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെയറൊക്കെ കെയർ ചെയ്തിട്ട് കുളിക്കാന്ന്. മഴ ആയതുകൊണ്ടാട്ടോ കുളിക്കാൻ ലേറ്റായ, അല്ലാണ്ടെങ്കിൽ മടി ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കറ്റാർവായൊക്കെ പറിച്ച് തേക്കുന്നത്. പക്ഷേ ഈ മഴയത്ത് അതൊക്കെ തേച്ചാൽ ഭയങ്കര സീനാവും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നല്ല മഴക്കാറുണ്ട്. ഞാൻ എന്തായാലും കുളിക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ഹെയറൊക്കെ കെയർ ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടി വിചാരിച്ച് നിൽക്കുകയാണ്. നല്ല കാറ്റൊക്കെയാണ്, അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പോൾ മിഹുഡ് അമ്മേൻ്റെ കൂടെ ഒന്ന് കൊയിലാണ്ടി വരെ പോയതാണ്. ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ വീട്ടിൽ ഒരു ഹെയർ കെയർ വീഡിയോസ് അങ്ങോട്ട് എടുക്കാണ്. അപ്പം മഴ പെയ്തു. ഞങ്ങളെ ബാക്കത്തെ വ്യൂ, ഇവിടെ വയലും തോടൊക്കെ ഉണ്ട്. പിന്നെ അപ്പം ഞാൻ ആയുധമൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പം നമുക്ക് കറ്റാർവായ പോയി കട്ട് ചെയ്യാം. മഴ തുള്ളി ഇടുന്നുണ്ട്. ഇഞ്ച് ഫോണിലൊക്കെ വെള്ളമാവും, നോക്കണ്ട. വൈകുന്നേരം ഇവിടെ അടിപൊളിയാണ് ഗായ്സ്. ഇവിടെ നമ്മൾ തുണിയൊക്കെ ചിക്കാട്ടിയുണ്ട്. പക്ഷെ ഇവിടെ സെറ്റാണ്. മഴത്തുള്ളിയൊന്നും കയ്യിലേക്കൊന്നും വീഴുന്നില്ല. ഇത് ഫോണ് തന്നെ, അതാ എനിക്ക് പേടി. മിഹു താഴെട്ടിട്ട് ഫോണിന്റെ സ്ക്രീൻ കവറൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല കാറ്റാണ് ഗൈസ്. അപ്പൊ എനിക്ക് കറിവേപ്പും കൂടി പറിക്കാനുണ്ട്. അപ്പൊ മേത്ത് വെള്ളം കണ്ട വെച്ച് ഇവിടെ നിൽക്കുകയാണ്. മഴയത്ത് കുളിക്കാനൊക്കെ ആഗ്രഹമില്ലാതില്ല, പിന്നെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ വഴിക്ക് വീണിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഈ കറ്റാർവാഴനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ മഞ്ഞ പശയൊക്കെ പോക്കി വരാം. അതിൻ്റെ ഈ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതൊക്കെ പോയി കട്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ കട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അതായത് ഒരു സ്ഥലത്തുള്ള സംഭവം പോക്കി, പിന്നെ 2 സൈഡിലും ഉള്ളും പോക്കി. ഒരു സൈഡ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കണം. ഞാൻ ഫേസിലും ചെയ്തതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാനൊന്ന് ഫേസിലൊന്നും ചെയ്തില്ല. കാരണം എൻ്റെ ഫേസിൽ നിറയെ പിമ്പിളാണല്ലോ. കണ്ട സാധനം വാരി തേച്ചുള്ള പിമ്പിള് മൊത്തം വന്ന്. ഇനിയിപ്പോൾ ഇത് വാരി തേച്ചിട്ട് ഇനി വല്ല ചൊറിയും വരണ്ടായി വെച്ചിട്ടാണ്. പക്ഷെ ചിലവർക്ക് ഇത് പറ്റും എന്ന് പറയുന്നേക്കാം, ചില ആൾക്കാർക്ക് പറ്റൂല. കാരണം എനിക്ക് ആദ്യം നല്ല ഡ്രൈ സ്കിൻ ആയിരുന്നു. അപ്പം എനിക്ക് എന്ത് വേണമെങ്കിൽ തേക്കാനും. പക്ഷെ ഇപ്പം എനിക്ക് വലിയ ഡ്രൈ സ്കിന്നൊന്നുമല്ല, കുരു വരുന്ന വൃത്തികെട്ട ഒരു സ്കിന്നായിട്ട്. ഇപ്പോൾ ഓയിലാണ്, ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഓയിൽ ഇങ്ങനെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലും ഇവിടെയൊക്കെ ഇങ്ങനെ വരും ഗൈസ്. എന്ത് ചെയ്യാനാ, എങ്ങനെ ഈ സ്കിൻ ടോൺ ഇങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരു സാധനം ഇപ്പോൾ ഫേസ് തേക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു പിമ്പിള് പോലും ഇല്ലാത്ത എൻ്റെ ഫേസ് ആയിരുന്നു കുറച്ച് കാലം മുന്നേ. ഇപ്പം എന്ത് തേച്ചാലും പിമ്പിളാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് തേക്കാൻ പേടിയാണ്. അയ്യോ, അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് തലയിൽ ഇപ്പോൾ ഫുള്ള് മുടി കൊഴിച്ചിലല്ലേ. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, തല കെയർ ചെയ്യണം. ഫേസ് ഇപ്പോൾ തൽക്കാലം അവിടെ ആക്കട്ടെ. അപ്പം ഇനി നമ്മൾ തലയിലാണ് കെയർ ചെയ്തിട്ട് നമ്മുടെ മുടി കൊഴിച്ചിട്ട് നമ്മൾ മാറ്റും. അപ്പം ഇവിടെ വരുമ്പോൾ അതൊക്കെ നടക്കും. അവിടെ നമുക്ക് മടിയാവും, പിന്നെ പണിയുണ്ടാവും. ഇവിടെ ആകുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ തേക്കാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് നല്ല മഴയാണ്. ഇപ്പോൾ ടൈം 4:02 ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് പുളിയെ കഴിയുമ്പോൾ ഒരു 5-5:30 ആവും. ചിലപ്പം ഈ തണുപ്പത്തൊക്കെ തേച്ചാൽ ചിലപ്പം വേറെ പ്രശ്നമൊക്കെ വരും, ചുമ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഇറങ്ങി, ഇപ്പം നാളെ തിരിച്ചു പോവുക വേണ്ടേ. അപ്പം പിന്നെ ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ. പിന്നെ തേക്കാൻ വിചാരിച്ചു. അതിൻ്റെ മുന്നേ ഞാൻ മുടിയൊക്കെ അയക്കട്ടോ. അപ്പോൾ ആദ്യം നല്ലോണം ജടയൊക്കെ പോക്കണം. ഞാൻ പിന്നെ ജടയൊക്കെ പോക്കിയിട്ട്
കുറച്ച് നേരത്തെ ഞാൻ പിന്നെ വാരിയൊക്കെ ചെയ്തുകൊണ്ട് ജടയൊക്കെ പോയിണ്ടായിരുന്നു. എന്നാലും ഇവിടെ തേക്കാൻ പിന്നെ ജട പോക്കണം, ജടയൊന്നും പാടില്ല. ഞാൻ കട്ട് കൊണ്ട് പിന്നെ എനിക്ക് വലിയ ജടയൊന്നും ഉണ്ടാവില്ല. കാരണം എപ്പോഴും നമ്മൾ വാരല്ലോ, കട്ട് ചെയ്ത് കുറച്ച് ദിവസം ഭയങ്കര ശ്രദ്ധയാവൂലേ, ഫുൾമുടി വാരലും കെട്ടലും മടയിലും. അതിന് വെച്ചാൽ സ്കാൽപ്പ് മുള്ളാണ് തേച്ച് കൊടുക്കേണ്ടത്. എൻ്റെ വരെ തേക്കട്ടോ. ഞാൻ കറിവേപ്പില, പിന്നെ ചെമ്പരത്തിപ്പൂവ്, പിന്നെ കറ്റാർവാഴ അങ്ങനെയൊക്കെ കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഒരു പാക്ക് ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ടുള്ള സംഭവം ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ 20 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വല്ല പനിയും അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മഴയും അല്ലേ, പിന്നെ ടൈമും വൈകുന്നേരമായില്ലേ, ഇതൊക്കെ രാവിലെ ചെയ്യേണ്ടതിനും പിന്നെ മടി കാരണം ചെയ്തില്ല. അപ്പം എന്തായാലും ഇതിപ്പോൾ കാൽപ്പ് തേച്ചെടുക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവേണ്ടതാണ്. ഞാൻ ആദ്യമൊക്കെ ചെയ്യലുണ്ടായിരുന്നു. വേറെ കാഴ്ചയിലില്ല വല്ല തൊയ്യുണ്ട്. അപ്പം അപ്ലൈ ചെയ്യാം. ഇങ്ങനെ മെല്ലെ റബ്ബ് ചെയ്ത് കൊടുക്കാം. തലയ്ക്ക് നല്ല കൂളിങ് കിട്ടുന്നുണ്ട് ഗൈസ്, നല്ല തണുപ്പ്. ഇന്ന് ഞങ്ങൾ ശരിക്കും അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി നിന്നേനു. 1-ാം തീയതിയൊക്കെ അല്ലേ, അപ്പം പിന്നെ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് പിന്നെ പോവാക്ക് വിചാരിച്ചേനു. അപ്പോഴത്തേക്കല്ലേ ഈ മഴ. പിന്നെ നമുക്ക് ഇന്നലെ മുതൽ കറണ്ട് ഇല്ലേനു. രാത്രി 1 മണി മുതൽ കറണ്ട് പോയിട്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ആ ഒരു ടൈമിലാണ് വന്നത്. പിന്നെ ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലേനു. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് അമ്പലത്തിലൊന്നും പോവാൻ. അപ്പം വൈകുന്നേരം പോയടിച്ചപ്പം ഇപ്പോഴും മഴയാണല്ലോ. അപ്പം നാളെ കയ്യിൽ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ മഴയത്ത് അമ്പലത്തിൽ പോകുമ്പോൾ വൈബാണ് പറഞ്ഞിട്ട് മീക്കൊട്ടും എണീക്കൂല, പിന്നെ ഞാനും എണീക്കൂല. ഇങ്ങനെ ഫുള്ള് ഇമ്പളത് തേച്ച് പിടിപ്പിക്കുക. ചിലപ്പം ജമ്മു എന്നൊരു ചീത്ത കേൾക്കാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. ഇത്ര നേരം ഫോണിൽ കളിച്ചിട്ട് കണക്ക് ഇപ്പോഴാണോ കുളിക്കാൻ വേണ്ടി ചോദിക്കും. വെറുതെ കുളിക്കാനും വേണ്ടിയില്ല, ഇപ്പോൾ ഒന്ത്രാണ്ടൊക്കെ തേച്ചിട്ട് കുളിക്കാൻ നിൽക്കണോ വെച്ചിട്ട് നല്ല ചീത്ത കേൾക്കാൻ എല്ലാ വകുപ്പുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്തിക്കില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ മഴയായാലും ശരി, വെയിലായാലും ശരി, രാത്രിയായാലും ശരി, പകലായാലും ശരി, ഞാൻ ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ഡയലോഗ് അടിക്കും. എൻഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 2 സാധനം എടുക്കണം. എന്നിട്ട് ഇങ്ങനെ 2 കൂടി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ കിട്ടിക്കോളും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ 2 മുടിൻ്റെ നടുക്ക് വെക്കുക, ഇങ്ങനെ താഴെ എത്തിക്കോളും. നമ്മൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ പക്ഷെ നാച്ചുറൽ അലോവേര ആണ് കേട്ടോ ഫേസ് തേക്കേണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ചിലവരെ കേസാണ് പറയുന്നത്, ചിലർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാത്ത അലോവേര തേക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം പിമ്പിൾ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ഇതേ. അല്ലാണ്ട് നാച്ചുറൽ തന്നെയാണ് നല്ലത്, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന തന്നെയല്ലേ നല്ലത്. പിന്നെ ഈ സ്കിൻ ടൈപ്പ് ഇങ്ങനെ ആയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം കൊണ്ടുപോകും കേട്ടോ. കാരണം ഞാൻ എക്സ്ട്രീം ഡ്രൈ സ്കിൻ എനിക്ക് ഫേസ് കൈ കാലൊക്കെ. കാരണം ഈ മഴക്കാലത്തൊക്കെ ഫുൾ മുളിച്ചിൽ പോലത്തെ കാര്യങ്ങളും ഫുള്ളുമാണ് എൻ്റെ കൈമേലും കാൽമേലും ഫേസിലൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് എന്താ ഉള്ള ബെനിഫിറ്റ് എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ എന്ന് പറഞ്ഞ സാധനം വരില്ല. കാരണം വെച്ചാൽ കസിൻസിനൊക്കെ പിമ്പിൾ കൊണ്ട് പോലും ഇങ്ങനെ ഭയങ്കര രീതിയിൽ സ്ട്രഗിൾ ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഓൾക്ക് എപ്പോഴും പിമ്പിൾ മാറാൻ വേണ്ടിയിട്ടുള്ളത് ഓയിൽമെലും കാര്യങ്ങളും തേക്കണം. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര
അയ്യോ എനിക്ക് പിമ്പിളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് എന്തും തേക്കാന്നുള്ള ആ ഒരു ധൈര്യം. പിന്നെ ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിപ്പോൾ സൺസ്ക്രീൻ ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ ഇതിപ്പോൾ ബെസ്റ്റ് സൺസ്ക്രീൻ ഫോർ ഡ്രൈ സ്കിൻ, ബെസ്റ്റ് ഫേസ് വാഷ് ഫോർ ഡ്രൈ സ്കിൻ, അങ്ങനെയൊക്കെ ഞാൻ എക്സ്ട്രീം ഡ്രൈ സ്കിൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് വന്ന മിസ്റ്റേക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്ക് ഡ്രൈ സ്കിൻ ആവില്ല, ചിലപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ആവും. അല്ലാണ്ട് ഇത്രയും പെട്ടെന്ന് ഓയിലിലേക്ക് കൺവേർട്ട് ആവുമോ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ പിന്നെ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഒന്നും യൂസ് ചെയ്യില്ല, സൺസ്ക്രീൻ വരെ യൂസ് ചെയ്യില്ല മഴയായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഭാരിച്ച് ചിന്തിച്ച് തുടങ്ങിയില്ല. ഒരു വന്നോണ്ട് പ്രൊഡക്റ്റൊക്കെ നിർത്തിയെന്നല്ലാണ്ട് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഓയിലിലേക്ക് കൺവേർട്ട് ആയതിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. കാരണം അത്രയും ഡ്രൈ സ്കിൻ അതിനല്ലോ. പക്ഷെ ഫേസ് മാത്രമേ ഓയിലി ആയുള്ളൂ, ഡ്രൈ മറ്റേ കൈയും കാലൊക്കെ എപ്പോഴും, ബോഡി ഫുൾ എപ്പോഴും ഡ്രൈ ആട്ടോ. ഇപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ആവും ചിലപ്പോൾ, അതുകൊണ്ടാവും ഇങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് വന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പം പിമ്പിളിനുള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഓയിൽമെൻ്റൊക്കെ ഫാർമസി പ്രൊഡക്റ്റ്. അതുകൊണ്ട് വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം. നന്നായിക്ക് കണ്ട ഒരു സാധനം വാരി തേച്ചിട്ട് അടച്ചതാ, അത് അടുക്കളേൻ്റെ വാതിലാ. അതുകൊണ്ട് വെച്ചാൽ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഓരോന്ന് വാങ്ങി തേച്ചിട്ടല്ലേ എനിക്ക് കുരു വന്നത്. ഒരു കുരു പോലും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ ഒരു ഞാൻ ഇഷ്ടപ്പെടുത്തും. അപ്പോഴൊക്കെ ഞാൻ പിടിച്ച് നിൽക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കും. അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ തല ഫുള്ളായിട്ടുണ്ട്. ബാക്കിയുള്ള മുടി തേച്ചോളാം, വെറുതെ പാഴാക്കണ്ടാലോ. എന്നുവെച്ച് നഖം പൊട്ടിപ്പോയി ഗൈസ്, എനിക്ക് ഭയങ്കര സങ്കടമായി. ബാക്കിയൊക്കെ വളർന്നു നിൽക്കുന്നത് മാത്രം കുട്ടി. ഞാൻ വളർന്നോളൂ. ഇനി എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം എന്തായാലും ഒരു 10 മിനിറ്റ് പിടിപ്പിച്ചിടാം, എന്നിട്ട് കുളിക്കാതിരിക്കാണ്. അപ്പം അത് നമുക്ക് മുടി ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ കുറച്ച് നേരം എന്തായാലും കെട്ടി വെച്ചിട്ട് കുളിക്കാതിരിക്കാണ്. കാണുമ്പോൾ വേസ്റ്റ് തയ്ക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ കൈ തന്നെ ചെറുതായിട്ടൊന്ന് ചോരുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഹെയർ ഇപ്പോൾ ഉള്ളത് നോക്കാം. അപ്പോൾ അതൊരു ബൈ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഗൈസ്. അപ്പം മുടി ഡ്രൈ ആയാലേ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡ്രൈ ആക്കാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഡ്രയർ അവിടെയാണുള്ളത്. എന്തായാലും മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. എനിക്ക് പിന്നെ അങ്ങനെ ഹെയർ ഡ്രൈ ആയിട്ട് കിടക്കില്ല. പിന്നെ വേറെ ഞാൻ ഷാമ്പൂ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്തില്ല, വെറും കറ്റാർവാഴ അതന്നെ നോർമൽ വാഷ് ചെയ്താണ്. എൻ്റെ കുട്ടി ഇവിടുന്ന് കളിക്കേണ്ട, അതുകൊണ്ടാണ് ആ സൗണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്ക്. നല്ല കൂളിംഗ് ആണ്, തലയ്ക്ക് നല്ല ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത്, നല്ല സുഖം, നല്ല റിലാക്സ് ആയ പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ ഭയങ്കര സ്മൂത്തായിട്ട് അവിടെ അവിടെ കടന്നോളുന്നുണ്ട്. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബൈ ഗൈസ്. അപ്പം ഈ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.